അച്ചു വന്നേ വേഗം വാ. എന്താ? ഞാൻ നിന്നോട് പറയാറില്ലേ എവിടെന്തെങ്കിലും നല്ല പശുവും പാല് വേണമെന്ന്. നോക്കേ വേഗം ചെന്ന് വെള്ളത്തിൽ പാൽ ഒഴിക്കണ ഒരു കുപ്പി മേടിച്ചോട്ട് വാ. ഇതേ നിങ്ങൾക്ക് തരാനല്ല, ഈ ഫ്ലാറ്റിൽ പുതുതായി താമസിക്കാൻ വരുന്ന ഗോപാലകൃഷ്ണ സാറിന് കൊടുക്കാനാ. ഗോപാലകൃഷ്ണ സാറിന് പാക്കറ്റ് പാൽ ഇഷ്ടമല്ല. നോക്കി ഗ്യാസ് തീർന്നെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് സിലിണ്ടർ എത്തി. ഇതേ ഗോപാലകൃഷ്ണൻ സാർ 6 മാസം മുമ്പ് ബുക്ക് ചെയ്തതാ. രാവിലെ 6 മണിക്കിടേണ്ട പത്രം വൈകുന്നേരം 6 മണി കഴിഞ്ഞാലും കൊണ്ടുവരാത്ത തനിക്ക് ഇന്ന് എന്ത് പറ്റടോ? 2 മാസത്തെ കുടിശ്ശിക ഇനിയും തരാത്ത നിങ്ങൾക്ക് ഇന്നത്തെ പത്രം നാളെ വായിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതേ ഇവിടെ വരാൻ പോണ ഗോപാലകൃഷ്ണ സാറിനുള്ളതാ. 4 മാസത്തെ കാശേ 6 മാസത്തിന് മുമ്പേ ഞങ്ങൾക്ക് അയച്ചതാ. ടെലിഫോൺ കേടായിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒരാഴ്ച ആയല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? വന്നേ നിങ്ങളുടെ പരാതി കേട്ട് വന്നതല്ല, ഇതേ ഗോപാലകൃഷ്ണൻ സാറിന് പുതിയ കണക്ഷൻ കൊടുക്കാൻ വന്നതാ. ഗോപാലകൃഷ്ണനോ? ഓ ഇവനായിരുന്നോ ഗോപാലകൃഷ്ണൻ? ഗുഡ് മോർണിംഗ്. വരൂ. താങ്ക് യു. എന്താ? ഞാൻ ഗോപാലകൃഷ്ണൻ, അടുത്ത വീട്ടില് പുതുതായി താമസിക്കാൻ വന്ന ആളാ. പായസം വിൽപ്പനയാണോ ജോലി? അല്ല, എന്റെ ഒരു സന്തോഷത്തിന്. ഇരിക്കൂ. വേണ്ട, ഞാൻ ഇരുന്നോളാം. സാറിന് കുട്ടികളൊന്നുമില്ലല്ലേ? അല്ല, സാറിന്റെ എത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം. സമയം വെച്ച് നോക്കിയാ അവരിപ്പോ പോവാനുള്ള തിരക്കിലായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടില്ല. ഞാൻ ഗോപാലകൃഷ്ണൻ, പുതിയ ന്യൂ നെയ്ബറാ. അല്ല, ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ യാത്ര അയക്കുന്ന തിരക്കിലായിരിക്കണമല്ലോ ചേച്ചി. അല്ലേ ചേച്ചി? ഇനി അതുമല്ല, കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ പെൻസിൽ കൊണ്ടോ കരിക്കട്ടോ കൊണ്ടൊക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തിയേടാക്കിയാനെ. അതും കണ്ടില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, സാറിന് കുട്ടികളില്ലേ എന്ന്. അയ്യോ, പായസം ഞാൻ മറന്നു. ചേച്ചിക്ക് മധുരം എങ്ങനെയാ? പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും, അതെന്റെ ഇഷ്ടം. നീ പുറത്ത്. അല്ല, എന്റെ കപ്പ്. ഓ, ഇതെന്താ വേൾഡ് കപ്പാ? എന്നാ ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അവന്റെ ഒരു പായസം. അപ്പൊ 5 സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ് ഗോപാലകൃഷ്ണൻ അല്ലേ? അതെ. പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നൂല, സപ്ലയർ ആണെന്നേ പറയൂ. മോളു come here. നല്ല അനുസരണമുള്ള കുട്ടി. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ജോലിക്കാരന്റെ കാര്യം? ഇനി അതിന്റെ ആവശ്യമില്ല. ഞാനതല്ലോ, അയൽപക്കത്തെ നെയ്ബറാ. ഈ കൃഷ്ണൻ വെറും കൃഷ്ണനല്ലോ, ഗോപാലകൃഷ്ണൻ. പേരിലെന്തിരിക്കുന്നോടോ? ഈ ഗോപാലൻ വെറും ഗോപാലനല്ലോ, ഗോപാലകൃഷ്ണൻ. എന്ത് പണ്ടാരെങ്കിലും ആവട്ടടോ. ഇനിയിപ്പോ ഗോപാലകൃഷ്ണൻ മാറ്റി അമിതാഭ് ബച്ചൻ ഇട്ടാലോ, നീ ഹോട്ടലിൽ പണിക്കാരൻ തന്നെയല്ലേ? പൊറാട്ടടി പ്ലേറ്റുകള്, പൊറാട്ടടി പ്ലേറ്റുകള്. അത് ചേച്ചി വെറും ഹോട്ടലല്ല, 5 സ്റ്റാർ ഹോട്ടലാ. പിന്നെ ഈ കാറ്ററിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് മേക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ഞാൻ. പാചകം പഠിപ്പിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ടെന്നോ? പാചകം മാത്രമല്ല, പ്ലേറ്റ്, സ്പൂണ്, ഫോർക്ക്. ഫോർക്കല്ല, ഫോർക്ക്, മുള്ള, ഇതൊക്കെ സെറ്റ് ചെയ്യാ. ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് തുടങ്ങി കട്ടിലിൽ എങ്ങനെ നമ്മൾ ഷീറ്റ് വിരിക്കണം എന്ന് വരെ പഠിക്കണം. ഒക്കെ സാഹിബിനെ കണ്ടുകൊടുത്താ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് സത്യം പറഞ്ഞാൽ ഒറ്റത്തടിയാ. അപ്പൊ ഗോപാലകൃഷ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ മാത്രം ഇവിടെ വരുമല്ലേ? എനിക്കങ്ങനെ എപ്പോഴും ജോലി കൊണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും സൂപ്പർവൈസ് ചെയ്യാൻ ചെല്ല. മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. എവിടെ ഗോപാലകൃഷ്ണന്റെ വീട്? എറണാകുളോ? എന്റെ കർത്താവേ, അതെന്റെ സൂസിയുടെ നാടല്ലയോ? സൂസിയോ? അതാരാ സാർ? എന്റെ വൈഫ്. ആഹാ. ഡാർലിംഗ് എപ്പോഴും പറയും, അച്ചായോ കഴിക്കുവാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലെ പായസം കഴിക്കണമെന്ന്. സ്റ്റാറിന്റെ വൈഫ് 5 സ്റ്റാർ ഹോട്ടലിലാണോ വർക്ക് ചെയ്യുന്നത്?
എടോ അവള് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് പോലെ ഒരു 5 സ്റ്റാറില, ലഞ്ച് മറ്റൊരു 5 സ്റ്റാറിൽ, ഡിന്നർ ഒരു 5 സ്റ്റാറിൽ. എന്തിനാ അവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു 5 സ്റ്റാറിലാ? അപ്പൊ സാറിന് ജോലി? എനിക്ക് എന്നാത്തിനാടോ ജോലി? അവളങ്ങ് ഫോറിനില്ലല്ലോ. ഐ എം ഗോപാലകൃഷ്ണൻ. 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 യു ഗോ മാൻ. അകത്തിരിക്കേണ്ടത് പുറത്തും പുറത്തിരിക്കേണ്ടത് അകത്തും. ഓരോ യോഗേ. ഇവിടുത്തെ പങ്ക് നീ കുടിച്ചോ. ഗുഡ് മോർണിംഗ് സാർ. ആ ഇതാര്? ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. സുഖല്ലേ? കുഴപ്പമില്ല സാർ. സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അമ്പലത്തിലേക്ക് പോന്നു അറിഞ്ഞു. എന്താ കാര്യം? എന്റെ സുഹൃത്താ. ഓ. നമസ്കാരം. ആ ശിവരാമ സാറിനെ കൊണ്ട് അവനൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആളെ അറിയാന്നല്ലാതെ നേരിട്ട് പരിചയമില്ല. സാർ ഒരു ലെറ്റർ തരികയാണെങ്കിൽ. അയ്യോ, ഞാനും നിന്നെ വീട്ടിൽ പോവില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ആ ജിമ്മ് വിജയനെ വിളിച്ച് പറയാം. ഹലോ. ആ അതെ, നമ്മുടെ 2 കക്ഷികൾ ഇപ്പൊ അങ്ങോട്ട് വരും. അവർക്ക് ഓവർസീർ ശിവരാമനെ കണ്ട് എന്തോ കാര്യം സാധിക്കണമെന്ന്. ഞാൻ ഓഫീസിൽ വെച്ചപ്പോ അങ്ങേര് ഫീൽഡിലാണെന്ന് പറഞ്ഞു. താൻ അവർക്കൊരു കത്ത് കൊടുത്തു വിടണം. ഞാനിപ്പോ കത്തെഴുതാവുന്ന സാഹചര്യത്തിലല്ല. അതെന്ത് പറ്റി? അമ്പലത്തിലേക്ക് വരുമ്പോ ആരെങ്കിലും ലെറ്റർ പാടും കൊണ്ട് വരുവോളൂ. അമ്പലത്തിലാണല്ലേ? മനസ്സിലായി മനസ്സിലായി. പുത്രഭാഗ്യത്തിന് ക്ഷേത്ര ദർശനം. അതിലും നല്ലത് വല്ല ആശ്രമത്തിലും പോയി ഭജന വരുന്നൂടെ? ആ താനയച്ച ആൾക്കാരാ തോന്നുന്നു. 2 പേര് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങൾ രാമേഷ് സാർ പറഞ്ഞിട്ട് വരുന്നത്. രാമേഷ് ഇപ്പൊ ഫോൺ ചെയ്തേ ഉള്ളൂ. ശിവരാമന് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ വേണം അല്ലേ? അതെ സാർ. ഓ, ഈ ശിവരാമനെ താൻ നിയമം പഠിപ്പിക്കണ്ട കേട്ടാ. 4 ഇഞ്ച് GE മെറ്റൽ പൈപ്പിന്റെ സ്ഥാനത്ത് ഈ 2 ഇഞ്ച് PVC ഇട്ട് ഞാൻ സർട്ടിഫൈ എന്ന് വിചാരിച്ചോ? അങ്ങനെ സർക്കാരിനെ പറ്റി എന്നെ നോക്കണ്ട. നോക്കി നിൽക്കാതെ കൊടുക്കണു. സാർ. ഏ? സാർ. 3, 4, 5 എന്താടോ ഒരു ഓവർ ഷെയർ ഇത്ര ചീപ്പായി പോയ? 5 തരി മുഴുവൻ കൊടുക്കണു, കാര്യം സാധിക്കണ്ടേ? സാർ. എന്താണോടോ ഇപ്പൊ ഓവർ ഷെയർ ചീപ്പല്ല. നാളെ രാവിലെ ഓഫീസിൽ വന്നേരെ. സാർ പൈപ്പ്. പൈപ്പ് ഏതിട്ടാ എന്താണോ? നിങ്ങൾക്ക് വെള്ളം കിട്ടിയാ അത് മതി. കൈക്കൂലി കൃത്യം കണക്ക് പറഞ്ഞു വാങ്ങിച്ചാ പിന്നെ പുള്ളിയുടെ ഒരേ ഒരു ലക്ഷ്യം തണ്ണിയാ. ഗുഡ് ഈവനിങ് സാർ. 5 മണിക്ക് ശേഷം ഞാൻ ഓഫീസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. നാളെ 11 മണിക്ക് ഓഫീസിൽ വരും. ഇത് വിജയൻ സാർ ഒന്നു കേട്ടോ സാർ. വിജയൻ സാറോ? അതെ. അല്ല ഇതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം സാർ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അതെയാ? ഒരു ഡ്രൈവറെ, എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട്, നീ പോയിക്കോ. ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ. എന്താ സാർ? എടാ എന്നെ എങ്ങോട്ടാണോ തട്ടിക്കൊണ്ടു പോണത്? എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം. കേറി വാ. ഒരു സാധനം തരട്ടെ. ഫോറിൻ ഇടട്ടെ. ഇതുവരെ കഴിഞ്ഞില്ലേ? എന്താണിത്? എനിക്കറിയില്ല. എന്താ നിനക്കറിയില്ല അല്ലേ? ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ അകന്നിരിക്കുന്ന ഒരുത്തന്റെ പ്രയാസം അയക്കറിയില്ലല്ലോ. ഒന്നിനെയും വിശ്വസിക്കാൻ ഓ, പറ്റില്ല. ക്ലബിൽ പോവാൻ സമയായി. വേണ്ട എന്നെ പിടിക്കണ്ട. വല്ലയിടത്തും ചെന്ന് ഇടിച്ചേ തല പൊട്ടണ്ടെന്ന് എഴുതി പിടിച്ചതാ. എന്റെ തല പൊട്ടിയ നിനക്കെന്താടാ? മര്യാദക്ക് സംസാരിക്കണം കേട്ടോ. ഓഹോ, അപ്പൊ നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കാണല്ലേ? കള്ളു കുടിച്ചാലേ അച്ഛനെ വിളിച്ചിട്ട് വരൂ. മേടിച്ചെന്നാണല്ലോ എനിക്ക് കണ്ട്. വിളിച്ചോണ്ട് പോ മോളെ. അച്ഛൻ വന്നതാ. അച്ഛൻ കഥ കളിക്കണ്ട. എന്തിനാ അച്ഛനോട് വഴക്കുണ്ടാക്കിയേ? അച്ഛനോ? ആരുടെ അച്ഛനടി?
വെള്ളിപ്പോരുന്ന വൃത്തികെട്ടനെ പറ്റി. ഭാര്യ അന്യനാട്ടിൽ കിടന്ന് നാണല്ലേ കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയാൻ? ഭാര്യ അന്യനാട്ടിൽ കിടന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശുകൊണ്ട് ഷൈൻ ചെയ്ത് നടക്കുന്ന ചച്ച. എടി ആണുങ്ങളെ എന്നെ പോലെ അന്തസ്സായിട്ട് നടക്കണം. അയാളെങ്ങനെയാ? എന്താ ജോലി എന്ന് ചോദിച്ചാ എനിക്ക് എന്തോന്നിനാ ജോലി? അവളൊന്ന് പുറത്തല്ലയോ? ഒന്ന് നിർത്തുന്നുണ്ടോ? അടുത്ത വീട്ടിലെ കാളുള്ളതാ. രാവിലെ ജോലിക്ക് പോകുമ്പോ എന്ത് മാന്യനാ ആ ശിവരാമൻ സാറ്. സന്ധ്യയായ 4 കാലേ വന്ന് കേറും. സുമതയുടെ ഒരു ഗതികേട്. ചേട്ടനൊന്ന് ഉപദേശിച്ചൂടെ? എന്നിട്ട് വേണം അയാളുടെ വായിരിക്കുന്ന തെറി ഞാൻ കേൾക്കാൻ. ഇതൊക്കെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അവസാനം സഹിയായിട്ട് അവളെന്തേലും അക്രമം കാണിക്കുന്ന എനിക്ക് പേടി. ആ ഇതെന്താ ആളെ കാണാത്തേന്ന് വിചാരിച്ചിരിക്കാതെ വായിരിക്കും. സത്യം പറയാലോ, ആനന്ദം വരുമ്പോ മാത്രം ഇവിടെ TV ഓൺ ചെയ്യാറ്. ആ മിസ്റ്റർ തിരുപ്പതി വന്നില്ലല്ലേ? കുറെ നാളായി കണ്ടിട്ട്. അതെങ്ങനെയാ? രാത്രി 12 മണിയെങ്കിലും ആവില്ലേ പുള്ളിക്കാരൻ വരാൻ? രാവിലെ 5 മണിക്ക് പോവുകയും ചെയ്യും. അല്ലേ ആനന്ദം? കുറെ നാളായി ഞാനും ചോദിക്കണമെന്ന് കരുതിയതാ, എന്തിനാ പുള്ളിക്കാരൻ ഇത്രയും ദൂരെ പോയി കച്ചവടം ചെയ്യണമെന്ന്. അതൊരു വാശിക്ക് വേണ്ടിയാ. എന്ത് വാശി? ചേട്ടന്റെ മൂത്തവരായി 4 ആണുങ്ങളാ ഉള്ളത്. എല്ലാവർക്കും കൂടി ഒരു പലചരക്കട ഉണ്ടായിരുന്നു. ചേട്ടന്റെ അച്ഛന്റെ മരണശേഷം സ്വത്തിനു വേണ്ടി തല്ലു തുടങ്ങി. ആരും വിട്ടുകൊടുത്തില്ല. അവസാനം ആ കട 5ആയിട്ട് ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കച്ചവടം തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് എപ്പോഴെങ്കിലും വരികയും പോവുകയും ചെയ്യാലോ. പക്ഷെ ചേട്ടാനിമാരുടെ തർക്കം ഇതുവരെ മാറിയിട്ടില്ല. ആരാണ് ആദ്യം കട തുറക്കുന്നത്, അവസാനം കടയടിക്കുന്നതിനുള്ള മത്സരത്തിലാണ് അവരിപ്പോഴും. ആ എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ കാണും. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന കണ്ട സത്യം പറഞ്ഞ സഹിക്കില്ല. അങ്ങേർക്ക് അത്രയും പ്രായമൊന്നും ആയില്ലല്ലോ. ഈ ഭസ്മക്കുറിയും പാണ്ടിക്കെട്ടും ഒക്കെ ഒന്ന് മാറ്റാൻ നിനക്ക് പറഞ്ഞൂടെ? ഈ പിശുക്കൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെ പോലെ മോഡേൺ ആയിട്ട് ജീവിക്കാൻ നിനക്കും ആഗ്രഹമില്ല. അറ്റ്ലീസ്റ്റ് ഒരു TV എങ്കിലും മേടിച്ചു തരാൻ പറഞ്ഞൂടെ നിനക്ക്? ഓട്ടോറിക്ഷക്കാരന് പോലും കാശ് കൊടുക്കാത്ത ആളാണ് ഇനി TV വാങ്ങാൻ പോണത്. സാറേ സ്ഥലമായി. സാറേ പൈസ. അമ്മേ, ഇതിനൊരു കുറവുമില്ല. ഈശ്വരാ. വൈകുന്നേരം വരുന്ന വരവ് കണ്ടാ മതി. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഫുഡുകളുടെ മഹാവേള. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഇതാ ജനമധ്യത്തിലേക്ക്. പാവയ്ക്ക് കൊണ്ടുള്ള മുതല. വെറുതെ ഇങ്ങനെ നോക്കിയെന്നാ പോരാ, ഇതൊക്കെ കണ്ടുപഠിക്കണം. വെരി ടേസ്റ്റി. റിയലി ഡിലീഷ്യസ്. ബേറർ ഒന്നുകൂടെ വരൂ. ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് ആരാ? ഞങ്ങളുടെ പുതിയൊരു കുക്ക ഗോപാലകൃഷ്ണൻ. ഒന്ന് വിളിക്കാമോ? ഗോപാലകൃഷ്ണ പ്ലീസ് കം. യെസ് സർ. തനിക്ക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന TV കാണിച്ചൂടെ? അത് TV-യിൽ ഇതൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല സർ. ഞാൻ മാസ്റ്റർ TVയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. എന്നെ വന്ന് കണ്ടാൽ മതി. കീപ് മൈ കാർഡ്. താങ്ക് യു സർ.
ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണല്ലോ ഈ പാദസരങ്ങൾ. ഹായ്, വെൽക്കം വെൽക്കം വെൽക്കം, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. അയ്യേ ഇതെന്താ വീട്ടിനുള്ള തട്ടുകടയാ? നോ 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 നോ, ദിസ് ഈസ് കുക്കിംഗ് ലാബ്. ഹോട്ടലിലേക്കുള്ള പുതിയ പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണശാലയാണ്. ഐ മീൻ ഫുഡ് റിസർച്ച് സെന്റർ, FRC ഇന്ത്യ. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്. ഹായ്. നോട്ട് ഹായ്, മഹായ്. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡാണ്. ഐ സീ. നോ നോ നോ, ഐസിനകത്ത് ഇടില്ല. നാളെ ടിവിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ റിഹേഴ്സൽ. ഹായ്, റിഹേഴ്സൽ ഇങ്ങനെയാണെങ്കിൽ ടിവി വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എന്റെ ശ്രമങ്ങളെല്ലാം. നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം. സോറി ഗോപാലകൃഷ്ണൻ, അയ്യോ, അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇന്നലെ വളരെ ചീപ്പായി പെരുമാറി. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ ഗോപാലകൃഷ്ണ? ഓ വൈ നോട്ട്, ഷുവർ, ഞാനെല്ലാം പഠിപ്പിച്ചു തരും. ഈ ഗോപാലകൃഷ്ണൻ ഒരു തമാശ. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് വിളിക്കണോ? ഇങ്ങോട്ട് വിളിക്കാം. ഗോപാലകൃഷ്ണ, എക്സ്ക്യൂസ് മീ, പ്ലീസ് ഗീവ് മീ എ വേ. ദിസ് വേ, നോ ബോഡി ടച്ചിങ്. താങ്ക് യു. വേണേ ടേസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഗോപാലകൃഷ്ണൻ. ഓ എക്സ്ക്യൂസ് മീ. കാര്യം നമ്മൾ ഇന്നലെ കണ്ടെങ്കിലേ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടില്ല. ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ. സാറിന് പണിയൊന്നുമില്ലെന്നും വൈഫിനാണ് പണിയെന്നും. 5 സ്റ്റാർ വൈഫേ, ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ. എനിക്ക് ലേശം പണിയുണ്ടേ. അൽഫാനിയെ കുച്ചുമഹായ അടുപ്പത്തിരിക്കട്ടെ. ഓ വരട്ടെ, ഞാൻ സൂസിയോട് പറഞ്ഞ ഒരു വിസ ഒപ്പിച്ചേരട്ടെ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പുരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടേക്കില്ല. വെരി ബിസിയാണേ. പോവാൻ വരട്ടെ. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലകൃഷ്ണ? എന്ത് ചെയ്യാം, പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ. ഞാൻ മതിയോ? ഓ ഗോപാലകൃഷ്ണ, എന്നെ ഈ പാചകവിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകട തുടങ്ങാമല്ലോ. എന്ത് തേങ്ങാക്കോലയോ പാചകം പഠിപ്പിച്ചു തന്നില്ലേലും വേണ്ടില്ല, ഈ പെണ്ണുങ്ങളെ വളയ്ക്കണ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? അത് എളുപ്പ വഴിയല്ലേ. എങ്ങനെ? ആദ്യം ഒരു വലിയ കുപ്പിയിൽ 100 മില്ലി മൈലെണ്ണ എടുക്കുക. അതിനുശേഷം വളയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്തുക. വൃത്തിയായിട്ടിരിക്കട്ടെ. മൈലെണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക, മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് ഈ മൈലെണ്ണ കുപ്പിയിൽ നിന്ന് 50 മില്ലിഗ്രാം മൈലെണ്ണ ഈ വലതുകയിൽ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക. കുപ്പി മാറ്റിവെക്കുക. അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക. അവരുടെ നടുവിൽ ഈ എണ്ണ പുരട്ടുക. അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക. എന്ത് രസം. തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നോ ചാർത്തി പാടില്ലാന്ന്. പയ്യെ തിന്നാ പനയും തിന്നാം. ഇക്കാര്യത്തിൽ പനയും തിന്നണോ? ഇതൊരു ബനാന ടോക്കാണ്. ബനാന ടോക്കോ? പഴഞ്ചൊല്ല്. അങ്ങനെ അവസാനം തടവി ഇതൊരു പദമെത്തി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അല്ലെങ്കിൽ വെയിലത്തിർത്തിയാലും മതി. ഏത് വളയാത്ത പെൺകുട്ടിയും വളഞ്ഞിരിക്കും. നീ ആരാ ലാട വൈദ്യനോ മയിലെണ്ണയിട്ട് വളയ്ക്കാൻ? ഊതിയതല്ലേ? കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? എടാ കൊച്ചനെ, നീ കൂടുതൽ നേളിക്കരുത്. അച്ഛന്റെ പ്രായമുള്ളൊരുത്തൻ മകന്റെ പ്രായമുള്ളൊരുത്തനോട് അമ്മയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കാം. എടാ 4 തൈക്കളകൾ അകത്ത് നിൽക്കുന്നെന്ന് കരുതി നീ കൂടുതൽ ഷൈൻ ചെയ്യരുത്. ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്റെ അടുത്ത് പുറത്താക്കാൻ പറ്റും. പേടിപ്പിക്കണോ? ആണെന്ന് കൂട്ടിക്കോ. കടുക് വർത്തിയ മോത്തൊഴിക്കും. ബ്ലഡി സഫാരി. കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. പറ്റോ? ഹലോ. അതെ, ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ സ്വപ്പം വിഷമമുള്ള കാര്യമാ. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഫ്ലാറ്റിൽ പുതിയതായിട്ട് താമസത്തിന് വന്ന ചെക്കനുണ്ടല്ലോ, ബട്ട്ലർ, അവനാളത്ര ശരിയല്ല. എടോ, അതൊക്കെ തന്റെ കോംപ്ലക്സാ. തനിക്ക് തന്റെ ഭാര്യയുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണത്. മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതല്ലയോ? നിങ്ങൾ 4 കണ്ണുകൊണ്ട് കണ്ടാലും എനിക്ക് എന്റെ ഭാര്യ വിശ്വാസ. എന്നാലും നമ്മുടെ ഫ്ലാറ്റിൽ വന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എങ്ങനെയെന്ന്? എടോ, അയാളുടെ 5 സ്റ്റാർ ഹോട്ടൽ കുക്കല്ലേ. അയാളുടെ അടുത്തുനിന്ന് വല്ലതും പഠിക്കാൻ വേണ്ടി അവള് പോയി കാണും. മാത്രമല്ല, എന്റെ മക്കള് വെക്കേഷനിൽ വരുമ്പോ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായി കൊടുക്കാലോ. കഷ്ടം. സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷന്റെ അടുക്കളയിൽ സംശയകരമായ രീതിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ലേശം പോലും. ഇങ്ങനെയുള്ളവരോടൊത്ത് എങ്ങനെ താമസിക്കും? ഓവർസിയറെ വിളിച്ചൊന്ന് പറയാം. എടോ, എന്റെ മൂത്ത 2 കുട്ടികളെ ഹോസ്റ്റലാക്കിയപ്പോഴും താൻ ഇതുപോലെ എന്തൊരു പരിദോഷം പറഞ്ഞില്ലേ? ഇനിയിപ്പോ എന്റെ ഭാര്യ ഇത്ര പാചകം പഠിക്കാൻ പഠിച്ചോട്ടെ, തനിക്കെന്ത് വാങ്ങാത്തില്ല. പെങ്ങളെ ഫോണോടെ. മഞ്ജു, കാപ്പിയുടെ
സൂപ്പോ? എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതുണ്ടാക്കിയ കൈക്ക് ഞാനൊരു വള വാങ്ങിച്ചു തരും. വള വേണ്ട, വാച്ച് മതി. അതെന്താ? ഗോപാലകൃഷ്ണൻ വളയിടൂല. ഈ സൂപ്പ് ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയതാ. അതെന്താ അവൻ നിനക്ക് മാത്രം സൂപ്പ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ കൊണ്ട് തന്നതല്ല, ഞാൻ അവിടെയായിരുന്നു. അവിടെയോ? ഞാൻ മാത്രല്ല, ഈ ഫ്ലാറ്റിലെ മറ്റു പെണ്ണുങ്ങളും ഗോപാലകൃഷ്ണന്റെ അടുത്തായിരുന്നു. ഗോപാലകൃഷ്ണന്റെ അടുത്തിരുന്ന സമയം പോണത് അറിയില്ല. എന്ത് തമാശക്കാരനാണെന്നോ. ഇന്ന് സൂപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു, നാളെ 5 സ്റ്റാർ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പഠിക്കുമല്ലോ. നല്ലവണ്ണം എണ്ണ ചൂടായതിനു ശേഷം മാവ് ഒഴിക്കാവൂ, ഇല്ല വേവ് ശരിയാവില്ല. ഓഹോ, നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിനും ഈ 5 സ്റ്റാർ ഉണ്ണിയപ്പത്തിനും എന്താ വ്യത്യാസം ഗോപാലകൃഷ്ണ? ദാറ്റ്സ് വെരി സിമ്പിൾ. ബില്ല് കാണുമ്പോ നക്ഷത്രം എണ്ണുന്നത് 5 സ്റ്റാർ ഉണ്ണിയപ്പം. അയ്യോ ഇവിടെ വന്നിട്ട് സമയം പോയതറിഞ്ഞില്ല. ചേട്ടൻ ഇപ്പൊ വരും. ഞാനാണെങ്കിൽ ഊണ് തയ്യാറാക്കിയിട്ടില്ല. ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് എങ്ങനെ കഴിക്കാൻ പറയണം. ഗോപാലകൃഷ്ണ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞോട്ടെ പ്ലീസ്. ഷോ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാലോ. നമ്പർ എത്രയാ? 2222. നോ 2222. രണ്ടും ഒന്ന് തന്നെയല്ലേ? ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ പഠിക്കാൻ. കുഹു കുഹു? ആ, ഇംഗ്ലീഷിൽ സ്റ്റീം കേക്ക്, മലയാളത്തിൽ പുട്ട്. ഈ ആവി കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ്. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ജപ്പാൻകാർ വന്ന് ഒരു കുറ്റി കുഹു കുഹു എന്ന് ഓർഡർ ചെയ്യും. ഉണ്ണിയപ്പം ഉണ്ടാക്കി പഠിച്ചോളൂ. എക്സ്ക്യൂസ് മീ സിസ്റ്റർ. ഹലോ. ആ സാറ് ഗോപാലകൃഷ്ണ, സാറ് ഇപ്പൊ ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരണ്ട, ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിച്ചോട്ടോ. നിന്നോട് ആരാ എനിക്ക് ഫോൺ ചെയ്യാൻ പറഞ്ഞത്? അതൊക്കെ പിന്നെ പറയാം. ഞാനിവിടെ ചേച്ചിക്ക് സംശയമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. സാറിന് പിന്നീട് അത് ഗുണം ചെയ്യും. ഡോണ്ട് ഡിസ്റ്റർബ്. അതൊക്കെ ഒരു മെടുക്ക. അണ്ണാർക്കണ്ണനും തന്നാലായത്. നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ശരിക്കും മുതലെടുക്കണം, വെറുതെ ഇരിക്കാൻ പാടില്ല. അയ്യോ ചേച്ചി എന്തേ കാണിക്കണേ? സാറിന്റെ അടുത്ത് ഞാനിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടാന്ന്. ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കി ഉണ്ണിയപ്പോ. അമ്മയുടെ അല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ അന്ന് പറഞ്ഞപ്പോ നിനക്ക് വിശ്വാസമായില്ല. ഇന്നിപ്പോ ഉണ്ണിയപ്പം വരെ എത്തി. നാളെ എവിടം വരെ എത്തുമെന്ന് ആർക്കറിയാം?